ജ്യോതിഷമെന്ന മഹാസമുദ്രത്തിലെ 27 നക്ഷത്ര രൂപങ്ങളിൽ നന്മയുടെയും പ്രകാശത്തിന്റെയും പുനരാഗമനമായി വാഴ്ത്തപ്പെടുന്ന ഒന്നാണ് പുണർദം. ആകാശവീതിയിലെ 7ാമത്തെ നക്ഷത്രം. പുണർദം കേവലം ഒരു ജന്മനക്ഷത്രം മാത്രമല്ല, അത് തകർച്ചകളിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു പാലമാണ്. പുനർ എന്നും വസുമെന്നുമുള്ള 2 പദങ്ങൾ ചേർന്നാണ് പുണർദം എന്ന നാമം രൂപപ്പെടുന്നത്. ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥം തിരയുമ്പോൾ നാം ചെന്നെത്തുന്നത് വീണ്ടും വസിക്കുന്നവൻ അല്ലെങ്കിൽ തിരികെ ലഭിച്ച വെളിച്ചമെന്ന അർത്ഥതലങ്ങളിലേക്കാണ്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇടത്തു നിന്ന് അപ്രതീക്ഷിതമായി ഭാഗ്യവും ഐശ്വര്യവും തിരികെ വരുന്ന പ്രതിഭാസത്തെയാണ് പുണർദം പ്രതിനിധീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് പുണർദം നക്ഷത്രക്കാർ സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടിയുള്ള യാത്ര തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ മാതാവായ അതിഥിയിൽ നിന്നാണ്. ദേവന്മാരുടെ മാതാവായ അതിഥിയാണ് പുണർദത്തിന്റെ ദേവത. അറുതിയില്ലാത്തത്, കെട്ടുപാടുകളില്ലാത്തത് എന്നൊക്കെ അർത്ഥമുള്ള അതിഥി എന്ന വാക്ക് ഈ നക്ഷത്രക്കാരുടെ സ്വതന്ത്രമായ ചിന്താഗതിയെയും വിശാലമായ മനസ്സിനെയും സൂചിപ്പിക്കുന്നു. ദേവഗുരുവായ വ്യാഴം അധിപനായി വരുന്ന ഈ നക്ഷത്രം വിവേകത്തിന്റെയും ധർമ്മത്തിന്റെയും വിളനിലമാണ്. നാം പുണർദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ രൂപമാണ്. കർക്കടക രാശിയിലെ പുണർദം നക്ഷത്രത്തിൽ ജനിച്ച രാമന്റെ ജീവിതം തന്നെ ഈ നക്ഷത്രത്തിന്റെ ഊർജ്ജ ലോകത്തിന് കാണിച്ചു തരുന്നു. രാജ്യം നഷ്ടപ്പെട്ടിട്ടും പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞിട്ടും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പോരാടി എല്ലാം തിരികെ പിടിച്ച രാമകഥ പുണർദത്തിന്റെ അതിജീവന വീര്യമാണ്. അതുകൊണ്ട് തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എത്ര വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും പതറാതെ നിൽക്കാനുള്ള ഒരു ആത്മീയ ശക്തി സഹജമായി ലഭിച്ചിട്ടുണ്ടാകും. അമ്പും വില്ലും നിറഞ്ഞ ആവനാഴി എന്ന ഇതിന്റെ പ്രതീകം സൂചിപ്പിക്കുന്നത് പോലെ ഇവരുടെ പക്കൽ എപ്പോഴും ഒരു അമ്പു ബാക്കിയുണ്ടാകും. പുണർദം നക്ഷത്രക്കാരെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നാം കാണുന്നത് ശാന്തമായ ഒരു പുഴയെയാണ്. ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനം രാശിയിലും അവസാനത്തെ 1 പാദം കർക്കടകം രാശിയിലുമായി കിടക്കുന്ന ഈ നക്ഷത്രം ബുദ്ധിയുടെയും വികാരത്തിന്റെയും അപൂർവ സംഗമ ഭൂമിയാണ്. മിഥുനത്തിന്റെ യുക്തിചിന്തയും കർക്കടകത്തിന്റെ മാതൃതുല്യമായ കാരുണ്യവും ഇവർക്ക് ഒരുപോലെ ലഭിക്കുന്നു. സമൂഹത്തിൽ ഇവർ സമാധാനത്തിന്റെ വക്താക്കളാകുന്നത് അതുകൊണ്ടാണ്. തർക്കങ്ങൾ പരിഹരിക്കാനും തകർന്നുപോയ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കാനും ഇവർക്കുള്ള കഴിവ് അത്ഭുതകരമാണ്. എന്നാൽ ഈ ശാന്തതയ്ക്കും ലാളിത്യത്തിനും അപ്പുറം ആരും കാണാത്ത ചില നിഗൂഢ വശങ്ങളും രഹസ്യങ്ങളും ഈ നക്ഷത്രത്തിനുണ്ട്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഇവരുടെ ജീവിതം പഠിക്കുമ്പോൾ ജ്യോതിഷ പണ്ഡിതന്മാർ പോലും അധികം പറയാത്ത ചില രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു 2ാം ഊഴം ഉണ്ടാകുമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആദ്യ ശ്രമത്തിൽ പരാജയപ്പെട്ട പല കാര്യങ്ങളും ഇവർ 2ാം ശ്രമത്തിൽ നിഷ്പ്രയാസം കീഴടക്കും. ഈ സവിശേഷതയും ഇവരുടെ ജീവിതത്തിലെ കാണാപ്പുറങ്ങളും മറ്റാരും ശ്രദ്ധിക്കാത്ത ഗുണദോഷവശങ്ങളും തേടിയുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോ. പുണർദത്തിന്റെ പ്രകാശവലയത്തിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാം. ജ്യോതിഷമെന്ന മഹാസമുദ്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സ്വാത്വികവും മംഗളകരവുമായ ഒന്നാണ് പുണർദം. ദേവഗുരുവായ വ്യാഴമധിപനായി വരുന്ന ഈ നക്ഷത്രം മിഥുന രാശിയിലെ അവസാന 3 പാദങ്ങളും കർക്കടക രാശിയിലെ ആദ്യ 1 പാദവും ചേർന്നതാണ്. പുനർ എന്നും വസു എന്നുമുള്ള 2 വാക്കുകൾ ചേർന്നാണ് പുണർദം എന്ന പേരുണ്ടായത്. ഇതിനർത്ഥം വീണ്ടും നല്ലതായി ഭവിക്കുന്നത് അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ തിരിച്ചറിവ് എന്നാണ്. പുണർദത്തിന്റെ പ്രതീകം അമ്പും വില്ലും നിറഞ്ഞ ആവനാഴിയാണ്. ഇത് ലക്ഷ്യബോധത്തെയും കരുതി വച്ചിരിക്കുന്ന ഊർജ്ജത്തെയും സൂചിപ്പിക്കുന്നു. യുദ്ധം ജയിക്കുക എന്നതിലുപരി ശരിയായ ലക്ഷ്യത്തിലേക്ക് ശരിയായ സമയത്ത് അമ്പെയ്യാൻ തയ്യാറെടുക്കുക എന്നതാണ് ഇതിന്റെ പൊരുൾ. ജീവിതത്തിൽ എത്ര തകർച്ചകൾ നേരിട്ടാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശേഷിയാണ് പുണർദത്തിന്റെ മുഖമുദ്ര. ഈ നക്ഷത്രത്തിന്റെ ദേവത അതിഥിയാണ്. ദേവന്മാരുടെ മാതാവായ അതിഥി അനന്തതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമാണ്. തടവറകളില്ലാത്ത ആകാശം പോലെ വിശാലമായ മനസ്സും മാതൃതുല്യമായ സ്നേഹവും പുണർദം നക്ഷത്രക്കാർക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്നു. സമൂഹത്തിൽ പുണർദം നക്ഷത്രക്കാരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ വ്യക്തിത്വത്തിൽ പ്രകടമാകുന്ന ചില പ്രധാന കാര്യങ്ങൾ നോക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളിലും മനസ്സിന്റെ സമനില തെറ്റാതെ സൂക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. കോപത്തെക്കാൾ ഉപരി ക്ഷമയാണ് ഇവരുടെ ആയുധം. ആഡംബരത്തെക്കാൾ ലളിതമായ ജീവിത രീതിയോടാണ് ഇവർക്ക് പ്രിയം. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും വിനയത്തോടെ പെരുമാറാൻ ഇവർക്ക് സാധിക്കുന്നു. കള്ളം പറയുന്നതും ചതിക്കുന്നതും ഇവർക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. അത് പലപ്പോഴും ഇവർക്ക് തിരിച്ചടിയാകാറുണ്ടെങ്കിലും തങ്ങളുടെ നിലപാടുകളിൽ ഇവർ ഉറച്ചു നിൽക്കും. വീണുപോയിടത്തു നിന്ന് പൊടിതട്ടി എഴുന്നേൽക്കാൻ ഇവർക്ക് പ്രത്യേകമായൊരു ദൈവിക അനുഗ്രഹമുണ്ട്. പരാജയങ്ങളിൽ തളർന്നു പോകാതെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. പുണർദം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജനനം. കർക്കടക രാശിയിലെ പുണർദം 4ാം പാദത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ രാമനക്ഷത്രമെന്നും ഇതിന് വിളിപ്പേരുണ്ട്. ശ്രീരാമന്റെ ജീവിതം പുണർദത്തിന്റെ എല്ലാ ഗുണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോഴും അവിടെ
അവിടെ നിന്ന് അധർമ്മത്തെ നശിപ്പിച്ച് തിരികെ വന്ന് ധർമ്മരാജ്യം സ്ഥാപിച്ചത് പുണർദത്തിന്റെ ഊർജ്ജമാണ്. മറ്റൊരാളുടെ വാക്കിന് വില കൊടുത്ത് സ്വന്തം സുഖങ്ങൾ ത്യജിക്കുന്ന സ്വഭാവം പുണർദം നക്ഷത്രക്കാരിൽ ദൃശ്യമാണ്. പുരാണങ്ങളിൽ അതിഥി തന്റെ നഷ്ടപ്പെട്ട പുത്രന്മാരെയും സ്വത്തുക്കളെയും തിരികെ ലഭിക്കാനായി തപസ് ചെയ്തതും അതിന്റെ ഫലമായി പുണർദം നക്ഷത്രത്തിന്റെ പ്രഭാവത്തിൽ എല്ലാം തിരികെ ലഭിച്ചതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്ന നക്ഷത്രമെന്നും ഇതിനെ വിളിക്കാം. എല്ലാവരും കുറുക്കുവഴികളിലൂടെ വിജയം തേടുമ്പോൾ ശരിയായ വഴിയിലൂടെ മാത്രമേ പോകാവൂ എന്ന് വാശി പിടിക്കുന്നവരാണ് പുണർദം നക്ഷത്രക്കാർ. കുടുംബത്തിലോ ജോലിസ്ഥലത്തോ തർക്കമുണ്ടായാൽ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കുന്നത് പുണർദം നക്ഷത്രക്കാരെയായിരിക്കും. കാരണം ഇവർ പക്ഷപാതം കാണിക്കില്ലെന്നും സമാധാനം ആഗ്രഹിക്കുമെന്നും മറ്റുള്ളവർക്കറിയാം. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ മാനസികമായ സമാധാനത്തിന് ഇവർ മുൻഗണന നൽകുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇവർ ഒരു വ്രതം പോലെ കൊണ്ടു നടക്കുന്നു. പലപ്പോഴും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചും ഇവർ മറ്റുള്ളവർക്കായി ഓടും. ദയയും കാരുണ്യവും നിറഞ്ഞ മനസ്സ്, മികച്ച വാഗ്മികൾ, കുടുംബത്തോടുള്ള അമിതമായ കൂറ്, ആത്മീയമായ കാര്യങ്ങളിലുള്ള താല്പര്യം, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള കഴിവെന്നിവ പുണർദം നക്ഷത്രക്കാരുടെ പൊതുവായ ഗുണങ്ങളാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഇവർ ഒരുപാട് ആലോചിക്കും. ഇത് പലപ്പോഴും നല്ല അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും. അർഹതയില്ലാത്തവർക്കും സഹായം നൽകി ഇവർ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായ ഒരു വലയത്തിനുള്ളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്താം. മറ്റുള്ളവരെ നോക്കുന്ന തിരക്കിനിടയിൽ സ്വന്തം ആരോഗ്യം ഇവർ അവഗണിക്കാറുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രത്തെക്കുറിച്ച് പൊതുവെ അറിയപ്പെടുന്ന കാര്യങ്ങൾക്കപ്പുറം ചില നിഗൂഢമായ വശങ്ങളുമുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവർ എത്ര ചിലവാക്കിയാലും അല്ലെങ്കിൽ അവർക്ക് എത്ര നഷ്ടമുണ്ടായാലും അത്ഭുതകരമായ രീതിയിൽ ആ വിടവ് നികത്തപ്പെടും. ഇതിന് അക്ഷയ ഊർജ്ജം എന്ന് വിളിക്കാം. ഇവർ ഒരിക്കലും പട്ടിണി കിടക്കില്ല. കാരണം പ്രപഞ്ചം അവർക്ക് വേണ്ടത് എപ്പോഴും കരുതി വെച്ചിട്ടുണ്ടാകും. മിഥുന രാശിയിലെ പുണർദവും കർക്കടക രാശിയിലെ പുണർദവും രണ്ട് ധ്രുവങ്ങളിലാണ്. മിഥുനത്തിലെ പുണർദം ബുദ്ധിപരവും തർക്കശാസ്ത്രത്തിൽ താല്പര്യമുള്ളവരുമാണെങ്കിൽ കർക്കടകത്തിലെ പുണർദം വൈകാരികവും കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നവരുമാണ്. ഈ വൈരുദ്ധ്യം ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സംഘർഷം ഉണ്ടാക്കാറുണ്ട്. പുറമേ നോക്കിയാൽ സാമൂഹിക ജീവികളാണെന്ന് തോന്നുമെങ്കിലും പുണർദം നക്ഷത്രക്കാർ ഉള്ളിന്റെ ഉള്ളിൽ ഏകാന്തത ആഗ്രഹിക്കുന്നവരാണ്. ഇടയ്ക്കിടെ അവർ സ്വന്തം ലോകത്തേക്ക് ഉൾവലിയും. ആ സമയത്താണ് അവർക്ക് പുതിയ ആശയങ്ങൾ ലഭിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു കാര്യം ആദ്യ തവണ ചെയ്യുമ്പോൾ പരാജയമോ തടസ്സമോ നേരിട്ടേക്കാം. എന്നാൽ രണ്ടാം തവണ അവർ അത് ചെയ്യുമ്പോൾ അത് വൻ വിജയമായി മാറും. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം രണ്ടാമത് സംഭവിക്കുന്നവയായിരിക്കും. വ്യാഴത്തിന്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ അധ്യാപനം, നിയമം, ബാങ്കിംഗ്, എഴുത്ത്, ആത്മീയ പ്രഭാഷണം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. മിഥുന രാശിയുടെ സ്വാധീനം മൂലം കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എന്നീ മേഖലകളിലും ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. ലാഭം മാത്രം നോക്കി ബിസിനസ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അതിലൊരു സേവന മനോഭാവം കൂടി ഇവർ ആഗ്രഹിക്കുന്നു. പുണർദം നക്ഷത്രക്കാർ മികച്ച പങ്കാളികളും മാതാപിതാക്കളുമായിരിക്കും. പങ്കാളിയോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തുന്നവരാണിവർ. എങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. മക്കളെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ച് വളർത്തുന്നതിൽ ഇവർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. ശ്രീരാമസ്വാമിയെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഐശ്വര്യം നൽകും. പൂച്ചയാണ് പുണർദത്തിന്റെ മൃഗം. പൂച്ചകളെ ഉപദ്രവിക്കാതിരിക്കുകയും അവയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നത് നല്ലതാണ്. മുള വീട്ടുമുറ്റത്തോ പരിസരത്തോ നട്ടുപിടിപ്പിക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് ഊർജ്ജം നൽകും. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ മധുര പലഹാരങ്ങളോ ദാനം ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് സഹായിക്കും. പുണർദം നക്ഷത്രം എന്നത് കേവലം ഒരു ജന്മനക്ഷത്രമല്ല, മറിച്ച് ഭൂമിയിലെ നന്മയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ്. തനിക്ക് ചുറ്റുമുള്ളവർക്ക് തണലേകാൻ സ്വയം വെയിൽ സഹിക്കുന്ന വൃക്ഷത്തെ പോലെയാണ് ഇവർ. തകർച്ചകളിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാമെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട ഒരു കാര്യം സ്വന്തം കഴിവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ്. ലോകം നിങ്ങളെ പിന്നോട്ട് വലിച്ചാലും ആവനാഴിയിലെ അമ്പുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള കരുത്തുണ്ടെന്ന് തിരിച്ചറിയുക. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു യാത്രയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും പരാജയത്തിൽ നിന്ന് ശാശ്വതമായ വിജയത്തിലേക്കുമുള്ള ഒരു യാത്ര.